എന്നാൽ പിന്നെ നമുക്ക് ഊണ് കഴിച്ചേക്കാം അല്ലേ. പാകത്തിന് വെന്തെടുത്ത ചോറ്. അപ്പോൾ ചോറിൻ്റെ സൈഡിലേക്കായിട്ട് ഞാനെന്ത് ഈ ചേനയുടെ മെഴുക്കുവരട്ടി ഇവിടുത്തെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാനിന്നൊരു മീൻ വറുത്തത് കാണിക്കാം. നല്ല ഫ്രഷ് കറിവേപ്പിലയായിരുന്നു കേട്ടോ. അത് ഞാനൊന്ന് വെള്ളം വറ്റാനായിട്ട് നമ്മുടെ പാനിലേക്ക് ഇട്ടതാണ്. അത് നല്ലതായിട്ട് വെള്ളമൊക്കെ പറ്റി ഒന്ന് മുരിഞ്ഞു വന്നതുപോലെയുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മളുടെ കിളിമീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു വറക്കാനായിട്ടേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മീൻ വറക്കുകയാണെങ്കിലുണ്ടല്ലോ, ചട്ടിയിലൊന്നും അത് പിടിക്കില്ല. അതിൻ്റെ മസാലയൊക്കെ മുകളിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അത് തിരിച്ചും മറിച്ചും ഒരിച്ചെടുത്തു. നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കറിവേപ്പിലയുടെയൊക്കെ ആ ഫ്രൈനെസ്സോടുകൂടി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്ന് രാവിലെ നല്ലൊരു കടലക്കറി ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കടലക്കറി അപ്പത്തിൻ്റെ കൂടെ കഴിച്ചപ്പോൾ എന്തോരം ടേസ്റ്റായിരുന്നു. ഇപ്പോൾ അതിരുന്ന് ഒന്നും കൂടെ ഒന്ന് കുറുകി. അപ്പം ചോറിലേക്ക് ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോരുകറി എന്നും ഉണ്ട് നമുക്കിവിടെ. അപ്പം ലഞ്ച് റെഡി.